അറബ് ലോകത്ത് ഇത് കുതിരപ്പന്തയത്തിൻ്റെ നാളുകളാണ്. മേത്തരം കുതിരകളെ എല്ലാ അർത്ഥത്തിലും മത്സരത്തിന് സജ്ജമാക്കുകയാണ് അറബ് പ്രമുഖർ. ഭരണാധികാരികളും ഇതിൽ ഒട്ടും പിറകിലല്ല. ദുബൈ കിരീടാവകാശി ഷെയ്ഖ് ഹംദാനെ മുൻനിർത്തി ചില ആലോചനകൾ. സാഹസികതയും വേഗതയും അറബികളുടെ രക്തത്തിലുണ്ട്. കുതിച്ചുപായുന്ന കുതിരകളും ചീറിപ്പായുന്ന വാഹനങ്ങളും എന്നും അവർക്ക് ഹരം തന്നെയാണ്. ഗൾഫ് നഗരങ്ങളുടെ വികസനത്തിൽ പോലുമുണ്ട് ഈ സാഹസികതയും വേഗതയും. അറേബ്യൻ പെനിൻസുലയിൽ ഒരു ചരിത്രാതീത കാലം മുതൽ തന്നെ കുതിരകളും ഒട്ടകങ്ങളുമായിരുന്നല്ലോ ഇവിടെ വാഹനങ്ങളായി ഉപയോഗിച്ചിരുന്നത്. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു, പിന്നെ മോട്ടോർ വാഹനങ്ങൾക്ക് വഴിമാറിയപ്പം ഈ കുതിരകൾ സ്വാഭാവികമായും അത് ഈ മത്സര വിഭാഗത്തിലേക്ക് മാറ്റപ്പെടുകയും പിന്നീട് അത് ആഡംബരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഗർവിൻ്റെ എന്ന് പറഞ്ഞുകൂടാ, ഒരു ഐശ്വര്യത്തിൻ്റെ ആഡംബരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുതിരകളെയും ഒട്ടകളെയും ഈ അറബ് സംസ്കാരം നിലനിർത്തി പോന്നിരുന്നത്. പിന്നീട് ഇപ്പോൾ നിങ്ങൾക്കറിയാം BC ശരിക്കും കുതിരപ്പന്തയം ആരംഭിക്കുന്നത്. BC 1500 ഗ്രീസിലാണ് ആദ്യമായി കുതിരപ്പന്തയം ആരംഭിക്കുന്നത്. നമുക്ക് കിട്ടിയ അറിവ് പ്രകാരം ഇവിടെ ശരിക്കും ദുബൈയിൽ ആണ് ലോകത്തെ ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ളത്. $15 മില്യൺ ഇവിടെ സമ്മാനത്തുകയുള്ളത്. അറബികളുടെ പുതുതലമുറയും ഇക്കാര്യത്തിൽ പിന്നിലല്ല എന്ന് തെളിയിക്കുന്നു ദുബൈയുടെ രാജകുമാരൻ ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂം. ദുബൈ ഇന്റർനാഷണൽ എൻഡ്യൂറൻസ് സിറ്റിയിൽ നടന്ന രണ്ടാമത് ലോക സൈനിക അശ്വാഭ്യാസ മത്സരത്തിലെ 1ാം സ്ഥാനക്കാരനാണ് ദുബൈ കിരീടാവകാശി. തുടർച്ചയായ 2ാം തവണയാണ് ഷെയ്ഖ് ഹംദാൻ ചാമ്പ്യൻ പട്ടം നേടുന്നത്. അഗാബ് കുതിരപ്പുറത്ത് 120 കിലോമീറ്റർ 4 മണിക്കൂർ 33 മിനിറ്റ് 36 സെക്കൻഡിൽ ഷെയ്ഖ് ഹംദാൻ പൂർത്തിയാക്കി. UAE ടീമംഗങ്ങളായ ഷെയ്ഖ് ജുമാദ് അൽ മൂബ് ജുമാ അൽ മക്തൂം, സൽമാൻ അലി അൽ സിബി എന്നിവരും 2ഉം 3ഉം സ്ഥാനങ്ങളിലെത്തി. 25 രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മത്സരം വീക്ഷിക്കാൻ UAE പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എൻഡ്യൂറൻസ് സിറ്റിയിലുണ്ടായിരുന്നു. ചാമ്പ്യൻ പട്ടം നേടിയ മകനെ അദ്ദേഹം അഭിനന്ദിച്ചപ്പോൾ വിജയത്തിന്റെ ക്രെഡിറ്റ് ഷെയ്ഖ് ഹംദാൻ പിതാവിനും നാട്ടുകാർക്കും സമർപ്പിച്ചു. ദുബൈയുടെ സംഭാവന എന്ന് പറയുന്നത് ഇൻഡ്യൂറൻസ് ആണ്. ഇൻഡ്യൂറൻസ് എന്ന് പറയുന്നത് 40 കിലോമീറ്റർ മുതൽ 120 കിലോമീറ്ററോളം ഉള്ള സവാരിയാണ്. രാവിലെ തുടങ്ങി ഉച്ചയ്ക്ക് അവസാനിക്കുന്ന രീതിയിലുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ഒരു 16 മുതൽ ഒരു 40 കിലോമീറ്റർ ദൂരത്ത് പിന്നെ റൈഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നിർത്തി അതിൻ്റെ ആരോഗ്യസ്ഥിതി ചെക്ക് ചെയ്യും. ഹാർട്ട് റേറ്റ്, പിന്നെ ലൈംനെസ് എന്നൊക്കെ പറയും. എന്നിട്ട് ഇതിൻ്റെ ഒരു മെറ്റബോളിസം ഒക്കെ അതൊക്കെ ശരിക്കും അതിൻ്റെ ഫങ്ഷനിങ് ഒക്കെ റെഡിയാണെന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ അതിനെ തുടരാൻ അനുവദിക്കുള്ളൂ. ഇതിന് ഓരോ നിശ്ചിത പ്രായം, പിന്നെ തൂക്കം, ഇങ്ങനെയൊക്കെ പരിധികളുണ്ട് ഈ റൈഡേഴ്സിന്. പിന്നെ വനിതകൾക്ക് മാത്രമായിട്ട് റൈഡുണ്ട്. ഷെയ്ഖ് ഹംദാന്റെ അലങ്കാരങ്ങളിൽ ഒന്നാണ് സാഹസികത. ആൻഡമാൻ ദ്വീപിൽ കടലിൽ നീന്തുന്ന രാജൻ എന്ന ആനയ്ക്കൊപ്പം ഹംദാൻ രാജകുമാരൻ നീരാടുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയകളിൽ വൈറലാണ്. ദ്വീപിൽ കടത്തുബോട്ടിനു പകരം ഉപയോഗിച്ചിരുന്നതാണ് നീന്താൻ കഴിവുള്ള ആനകൾ. ഈ ഇനത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ഏക ആനയാണ് രാജൻ. സാഹസിക പ്രകടനങ്ങൾക്ക് പേരുകേട്ട ഷെയ്ഖ് ഹംദാന്റെ പുതിയ വിനോദമാണ് ആഴക്കടലിലെ നീന്തൽ. കുതിരയോട്ടം, സ്കൈ ഡൈവിംഗ് തുടങ്ങിയ വിനോദങ്ങളിൽ ഏർപ്പെടുന്ന ഷെയ്ഖ് ഹംദാന്റെ ചിത്രങ്ങളും വീഡിയോകളും ഏറെ പ്രശസ്തമാണ്. എക്സ്പോ 2020 വേദിയായി ദുബൈ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയുടെ മുകളിൽ കയറി UAE പതാക വീശിയാണ് ഷെയ്ഖ് ഹംദാൻ ആഹ്ലാദം പങ്കുവച്ചത്. യുവതയുടെ ഹരവും ആവേശവുമായി മാറിയ ഷെയ്ഖ് ഹംദാൻ കായിക അഭ്യാസത്തിലൂടെയാണ് അറബ് ഐക്യത്തിന്റെ സന്ദേശം പകരുന്നത്. സ്കൈ ഡൈവിങ്ങും പിന്നെ എൻഡുറൻസിൽ തന്നെ എപ്പോഴും വിന്നിങ് ആകുന്നത്, എപ്പോഴും ജയിക്കുന്നത് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് തന്നെയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റും ഇതിനോടുള്ള താല്പര്യവും പിന്നെ ഡൈനാമിറ്റി, പ്രത്യേകിച്ച് ഇതിനോടുള്ള താല്പര്യം തന്നെയാണ്. കാരണം ഒരു നല്ലൊരു കുതിര ആയതുകൊണ്ട് മാത്രം ജയിച്ചോളുന്നില്ല. ഇതിൻ്റെ ഒരു വേവ് ലെങ്ത്, ഈ കുതിരയും ഈ റൈഡറും തമ്മിലുള്ള ഒരു തരം കെമിസ്ട്രി സൂട്ടാവാണ്ട്. ഇപ്പോൾ റേസ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ പോയിട്ട് ഒരു നല്ലൊരു കുതിരനെ കിട്ടിയാൽ ഞാൻ നല്ല റൈഡറാണെന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പോലും പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് നിരന്തരമായി ഇതിനോടുള്ള ബന്ധപ്പെടലും ഇതിനോടുള്ള ഒരു മാനസികമായിട്ടുള്ള അടുപ്പം വന്നെങ്കിൽ മാത്രമേ
വിചാരിച്ച രീതിയിൽ വിജയം കരസ്ഥമാക്കാൻ പറ്റുള്ളൂ. സാഹസികത നിറഞ്ഞ കായിക വിനോദ മത്സരങ്ങൾ കരുത്തും കാഴ്ചപ്പാടും പങ്കിടാനുള്ള അവസരമാക്കി മാറ്റണമെന്നും അദ്ദേഹം അറബ് യുവതയെ ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം ചടുലമായ ജീവിതത്തിലൂടെ അത് നിരന്തരം തെളിയിക്കുകയാണ്.